അമേരിക്കയിൽ വീണ്ടും വെടിവെപ്പ്. രണ്ടിടങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ 3 പേർ മരിച്ചു. ഒഹോയോയിൽ ഒരാൾ കൊല്ലപ്പെടുകയും 24 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പെൻസിൽവേനിയയിൽ ബാറിലുണ്ടായ വെടിവെപ്പിൽ സ്ത്രീ ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടു. അമേരിക്കയിലെ ഒഹായോ സംസ്ഥാനത്തും പെൻസിൽവേനിയയിലുമാണ് ഇന്നലെ രാത്രി വെടിവെപ്പ് നടന്നത്. ഇതിൽ ഒഹായോയിൽ നടന്ന വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെടുകയും 24-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. പെൻസിൽവേനിയ പെൻഹിൽസിൽ രാത്രിയിലുണ്ടായ വെടിവെപ്പിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. 7 പേർക്ക് പരിക്കുകളുമായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പെൻഹിൽസിലെ ബാലേഴ്സ് ഹൂക്ക ലോഞ്ച് ആൻഡ് സിഗാർ ബാറിലാണ് ഈ സംഭവം നടക്കുന്നത്. പോലീസ് വിവരമറിഞ്ഞെത്തുമ്പോൾ 2 പേർ മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണപ്പെട്ടത്. ഒരു സ്ത്രീയും ഒരു പുരുഷനുമാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് പിന്നീട് പറഞ്ഞു. പുലർച്ചെ 3 മണിയോടെ നടന്ന വെടിവെപ്പിനെ തുടർന്ന് പരിക്കേറ്റ ചിലരെ പോലീസ് തന്നെയാണ് പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചത്. ചിലർ സ്വയം എത്തുകയും ചെയ്തതായി ആശുപത്രി അധികൃതർ പറഞ്ഞു. പരിക്കേറ്റവരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. മറ്റുള്ളവർ അപകടനില തരണം ചെയ്തു വരുന്നതായി ആശുപത്രി അധികൃതർ പറയുന്നു. ബാറിനുള്ളിൽ നടന്ന ഒരു തർക്കമാണ് ഈ വെടിവെപ്പിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ഒഹായോയിൽ ഏക്രോം നഗരത്തിൽ ഞായറാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് വെടിവെപ്പ് നടന്നത്. ഒരു സമയത്ത് ആശുപത്രിയുടെ എമർജൻസി റൂമിലേക്ക് വെടിയേറ്റ പരിക്കുകളുമായി ആൾക്കാർ ഒന്നൊന്നായി വരികയായിരുന്നു എന്നാണ് ആ ആശുപത്രിയിലുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നത്. പരിക്കേറ്റവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമായി ഇപ്പോഴും തുടരുകയാണ്. മറ്റു പലരും അപകടനില തരണം ചെയ്തതായിട്ട് ആശുപത്രി അധികൃതർ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റുകൾ ഒന്നും നടന്നിട്ടില്ലെന്ന് പറഞ്ഞ പോലീസ് അന്വേഷണം ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിലാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. 100 കണക്കിന് ആൾക്കാർ പങ്കെടുത്ത തെരുവിൽ നടന്ന ഒരു ആഘോഷത്തിൻ്റെ ഇടയിലാണ് ഈ വെടിവെപ്പ് നടന്നത്. വെള്ള ടീഷർട്ട് ധരിച്ച സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ വാഹനങ്ങളുടെ മുകളിൽ കയറി നൃത്തം ചവിട്ടിക്കൊണ്ട് ഈ ആഘോഷത്തിൽ മുഴുകിയിരിക്കുമ്പോഴാണ് വെടിവെപ്പ് ആരംഭിക്കുന്നത്. അമേരിക്കയിൽ 2 ദിവസം മുമ്പ് മിനിയാപോലീസിൽ നടന്ന വെടിവെപ്പിൽ ഒരു പോലീസ് ഓഫീസർ ഉൾപ്പെടെ 3 പേരും കൊല്ലപ്പെട്ടിരുന്നു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. അമേരിക്കയിൽ പൊതുയിടങ്ങളിലെ ഈ വെടിവെപ്പ് തുടർക്കഥയാകുകയാണ്. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.